നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനത്തേക്ക് ജിയോണ ജെയിംസിനെ ശുപാർശ ചെയ്തത് പൂർണ്ണ ബോധ്യത്തിന്റെയും യോഗ്യതയുടെയും അടിസ്ഥാനത്തിലാണെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. അത്യാഹിത ചികിത്സ അതിവേഗം നൽകാൻ മികച്ച സൗകര്യങ്ങളുമായി അല്ലസർ. 4 അത്യാധുനിക വിഭാഗങ്ങളുടെ ഉദ്ഘാടനം ജൂലൈ 20 നടക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡന്റെ 2026-2027 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിപുലമായ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 3ാമത് ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിബിലി സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവെട്ടി കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വനിതാ വികസന കോർപ്പറേഷനിൽ നിന്നും 53 അയൽക്കൂട്ടങ്ങൾക്കായി അനുവദിച്ച 4 കോടി രൂപയുടെ വായ്പാ വിതരണ ഉദ്ഘാടനം തെക്കുംഭാഗം കല്ലാനിക്കൽ പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനത്തേക്ക് ജിയോണ ജെയിംസിനെ ശുപാർശ ചെയ്തത് പൂർണ്ണ ബോധ്യത്തിന്റെയും യോഗ്യതയുടെയും അടിസ്ഥാനത്തിലാണെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. ഒരു അഭിഭാഷക എന്ന നിലയിലും ലോയേഴ്സ് കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിലുമാണ് തനിക്ക് പരിചയമുള്ള ജിയോണയെ MP എന്ന പദവി ഉപയോഗിച്ച് ശുപാർശ ചെയ്തത്. ഇതിലൊന്നും ഒളിച്ചു വയ്ക്കാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തനിക്ക് SFIയെയോ ഇടതുപക്ഷത്തെയോ പിന്തുണയ്ക്കേണ്ട യാതൊരു കാര്യവുമില്ല. SFIയുടെ ഗുണഗണങ്ങൾ ആരും തന്നെ പഠിപ്പിക്കേണ്ടതില്ലെന്നും MP വ്യക്തമാക്കി. ഈ ജിയോണ എന്ന് പറയുന്ന അഭിഭാഷകയെ റെക്കമെൻഡ് ചെയ്ത ഒരാൾ ഞാനാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹം നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നുള്ള നിലയിൽ ശുപാർശ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ നിയമനം എന്ന് പറയുന്നത് ഇത് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു നിയമനമല്ലല്ലോ. സ്വാഭാവികമായും റെക്കമെൻഡേഷൻ ആവശ്യമായിട്ട് വരും. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സെലക്ഷനും ആവശ്യമായിട്ട് വരും. ഇതൊരു സെലക്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ മുമ്പിൽ ഒരുപാട് റെക്കമെൻഡേഷൻസ് സാധ്യതകൾ നിരവധിയാണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന വ്യക്തിയുമായി എനിക്ക് പരിചയമുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് പോലെ ഒരു ശുപാർശ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ എൻ്റെ മുൻപിൽ ഞാൻ പരിശോധിക്കേണ്ടതായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ അഭിഭാഷകയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിലേക്ക് എത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ശുപാർശ നൽകിയിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് 100% ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു പോസ്റ്റിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് ഈ അഭിഭാഷക എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ശുപാർശ കത്ത് നൽകിയിട്ടുള്ളത്. മുൻകാലഘട്ടത്തിൽ SFI ആണോ KSU ആണോ എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവർ അഭിഭാഷക എന്നുള്ള നിലയിൽ ഞാൻ പരിചയപ്പെടുന്നു. അവർ എൻ്റെ അടുക്കൽ വരുമ്പോൾ അവരേത് സംഘടനയിൽ പ്രവർത്തിക്കുന്നു, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നാണ് ഞാൻ അന്വേഷിക്കേണ്ടത്. എനിക്ക് 100% ബോധ്യപ്പെട്ടു അവർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ, ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള അഭിഭാഷകരുടെ സംഘടനയാണ്. ആ സംഘടനയിൽ 2022 മുതൽ ആക്റ്റീവ് മെമ്പറായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അവർ. അത് 100% എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ ബോധ്യപ്പെട്ടു. മാത്രമല്ല അതിനെ സംബന്ധിച്ച് ഇനി കൂടുതൽ ചർച്ച ആവശ്യമുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ഏതായാലും ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക അംഗമായിട്ടുള്ള ഒരു അഭിഭാഷകയെ റെക്കമെൻഡ് ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? പിന്നെ മുൻകാലഘട്ടങ്ങളിൽ അവർ ഇനി SFI ആണോ KSU ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തു ആയിക്കൊള്ളട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർ 2022 മുതൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കേരളം അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ അംഗമായി ഒരു അഭിഭാഷക പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അയോഗ്യതയായി എനിക്ക് തോന്നുന്നില്ല. അത്യാഹിത ചികിത്സ അതിവേഗം നൽകാൻ മികച്ച സൗകര്യങ്ങളുമായി അല്ലസർ.
4 അത്യാധുനിക വിഭാഗങ്ങളുടെ ഉദ്ഘാടനം ജൂലൈ 20 നടക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അത്യാഹിത വിഭാഗം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളും MRI യൂണിറ്റ് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLAയും ഉദ്ഘാടനം ചെയ്യും. അത്യാഹിത ശസ്ത്രക്രിയ വിഭാഗത്തിന്റെ ഉദ്ഘാടനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിക്കും. കാത്ത് ലാബ്, ഫിഷറീസ്, സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VE അബ്ദുൾ ഗഫൂറും ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലുതും അത്യാധുനികവുമായ ആരോഗ്യ സ്ഥാപനമായ അൽ-അസ്ഹർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ജനങ്ങൾക്ക് കൂടുതൽ മികച്ച അത്യാഹിത സേവനങ്ങൾ ഒരുക്കുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പൂർണ്ണസജ്ജമായ അത്യാഹിത വിഭാഗം, MRI യൂണിറ്റ്, അത്യാഹിത ശസ്ത്രക്രിയാ വിഭാഗം, ഹൃദ്രോഗ കാത്ത് ലാബ് എന്നിവയുടെ ഉദ്ഘാടനം ജൂലൈ 20 തിങ്കളാഴ്ച രാവിലെ 9:30 അൽ-അസ്ഹർ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നടക്കും. അത്യാഹിത വിഭാഗം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളും MRI യൂണിറ്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLAയും അത്യാഹിത ശസ്ത്രക്രിയാ വിഭാഗം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബും കാത്ത് ലാബ് ഉദ്ഘാടനം ഫിഷറീസ്, സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VE അബ്ദുൾ ഗഫൂറും നിർവഹിക്കും. പുതിയ സംവിധാനങ്ങളോടെ ഹൃദയാഘാത ചികിത്സ, പക്ഷാഘാത വിഭാഗം, അത്യാസന്ന ചികിത്സാ വിഭാഗം, വിഷബാധ, പാമ്പുകടി ചികിത്സാ വിഭാഗം എന്നിവയും 24 മണിക്കൂറും പ്രവർത്തിക്കും. ഹൃദ്രോഗികൾക്ക് അടിയന്തര ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി എന്നിവയ്ക്ക് കാത്ത് ലാബും അത്യാധുനിക MRI സ്കാനിങ്ങും ലഭ്യമാകും. നാട്ടിലെ ആശുപത്രി നാട്ടുകാരുടെയും എന്ന ദൗത്യത്തോടെ ഓരോ ജീവനും സംരക്ഷിക്കപ്പെടണം എന്ന ലക്ഷ്യത്തിലാണ് അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അത്യാഹിത ചികിത്സാ വിഭാഗം നൽകാൻ മികച്ച സൗകര്യങ്ങളുമായി അൽ-അസ്ഹർ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലുതും അത്യാധുനിക ആരോഗ്യ സ്ഥാപനമായ അൽ-അസ്ഹർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ജനങ്ങൾക്ക് കൂടുതൽ മികച്ച അത്യാഹിത സേവനങ്ങൾ ഒരുക്കുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പൂർണ്ണസജ്ജമായ അത്യാഹിത വിഭാഗം, MRI യൂണിറ്റ്, അത്യാഹിത ശസ്ത്രക്രിയ വിഭാഗം, ഹൃദയരോഗ കാത്ത് ലാബ് എന്നിവയുടെ ഉദ്ഘാടനം 2026 ജൂലൈ 20 തിങ്കളാഴ്ച രാവിലെ 9:30 അൽ-അസ്ഹർ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നടക്കും. അത്യാഹിത വിഭാഗത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളും MRI യൂണിറ്റിന്റെ ഉദ്ഘാടനം തൊടുപുഴ MLAയും കേരള ചീഫ് വിപ്പായ അബു ജോൺ ജോസഫും, അത്യാഹിത വിഭാഗം ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉദ്ഘാടനം ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബും, കാത്ത് ലാബിന്റെ ഉദ്ഘാടനം ഫിഷറീസ്, സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VE അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. പുതിയ സംവിധാനങ്ങളുടെ ഹൃദയാഘാത ചികിത്സ, പക്ഷാഘാത ചികിത്സ, അത്യാസന്ന ചികിത്സാ വിഭാഗവും, വിഷബാധ, പാമ്പുകടി ചികിത്സാ വിഭാഗവും എന്നിവ 24 മണിക്കൂറും പ്രവർത്തിക്കും. ഹൃദയരോഗികൾക്ക് അടിയന്തര ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി എന്നിവയ്ക്ക് കാത്ത് ലാബും അത്യാധുനിക MRI സ്കാനിങ്ങും ലഭ്യമാകും. നാട്ടിലെ ആശുപത്രി നാട്ടുകാരുടെയും എന്ന ദൗത്യത്തോടെ ഓരോ ജീവനും സംരക്ഷിക്കപ്പെടണമെന്ന ലക്ഷ്യമാണ് അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് മിജാസ് KM, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ റിജാസ് KM, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ് ജോസഫ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സിജോ ആന്റണി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡിന്റെ 2026-2027 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിപുലമായ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് ഷിബു C നായർ അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ പങ്കെടുത്തു. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡിന്റെ 2026-27 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിപുലമായ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് ഷിബു C നായർ അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA മുഖ്യാതിഥിയായി പങ്കെടുത്ത് പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. കേരളം പിറവിയെടുത്ത 1956 ഇന്ത്യയിലും ലയൺസ് ക്ലബ്ബ് പിറവിയെടുക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ലയൺസ് ക്ലബിൻ്റെ പ്രഖ്യാപിത നയങ്ങളായ സൈറ്റ് കോൺസർവേഷൻ, ഹിയറിംഗ് ആൻഡ് സ്പീച്ച് കോൺസർവേഷൻ, ഡയബറ്റീസ് അവയർനെസ്, യൂത്ത് ഔട്ട്റീച്ച്, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, ഇൻ്റർനാഷണൽ റിലേഷൻസ്, ഇതിനെല്ലാം പുറമേ ഇപ്പോൾ ഈ ലയൺസ് ക്ലബ്ബ് ഇപ്പോൾ തുടങ്ങി വച്ചിരിക്കുന്ന പാർപ്പിടമില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതികൾ ഉൾപ്പെടെ നമ്മുടെ സമൂഹത്തിന് നിരവധി സേവനങ്ങൾ നൽകി മുന്നോട്ട് പോകുന്ന ഒരു ക്ലബ്ബാണ്. ആ സേവനങ്ങളോടൊപ്പം തന്നെ ഒരു സൗഹൃദ കൂട്ടായ്മയിലുള്ള അംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും
സുഹൃത്ത് ബന്ധങ്ങളും പരസ്പര പൂരകങ്ങളായ ഒരു പ്രസ്ഥാനം, അതിൽ ഒരാവശ്യം വന്നാൽ ഒപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒരു സുഹൃത്ത് വലയം തീർത്തുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലും. ചടങ്ങിൽ വെച്ച് വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കുട്ടികൾക്കുള്ള സമ്മാനങ്ങളുടെ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് 318 സിയുടെ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നിർവഹിക്കുകയും നടപ്പ് സാമ്പത്തിക വർഷത്തിലെ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയും ചെയ്തു. 2023 അല്ലെങ്കിൽ 24 വന്ന ലയൺസ് ക്ലബ്ബ് തൊടുപുഴ ഗോൾഡൻ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് വീട് എന്ന വലിയ സങ്കല്പം നടക്കാൻ പോകുന്നത്. ലയൺ ഷിബുവിൻ്റെ നേതൃത്വത്തിൽ ലയൺ JCI എന്ന് വന്ന ഈ ഇരിക്കുന്ന നമ്മുടെ ലയൺ സഹോദരങ്ങൾ അല്ലെങ്കിൽ JCI സഹോദരങ്ങളിൽ പ്രസിഡന്റ് ഈ വെൽക്കം അഡ്രസ്സിന് വിളിച്ചപ്പോൾ ഏറ്റവും മികച്ചൊരു വെൽക്കം നല്ല സൗണ്ടോടുകൂടി തന്നത് ആ JCIയുടെ വലിയ മഹനീയമായ ഒരു പാരമ്പര്യമായി തന്നെ കണക്കാക്കുന്നു. ലയൺസ് ക്ലബ്ബ് ഓഫ് തൊടുപുഴ ഗോൾഡന്റെ പുതിയ പ്രസിഡന്റായി ആനന്ദ് N, സെക്രട്ടറി അനിൽ S കോയിക്കൽ, ട്രഷറർ സജിത് ജേക്കാപ്പൻ എന്നിവർ ചുമതലയേറ്റു. പുതിയ നേതൃത്വത്തിന് കീഴിൽ ക്ലബിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റു മേഖലയിലുള്ള പ്രവർത്തനങ്ങളും കൂടുതൽ മികവുറ്റതാക്കാൻ സാധിക്കട്ടെ എന്ന് ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച റീജിയൻ ചെയർപേഴ്സൺ അനിൽകുമാർ CC, സൈജൻ സ്റ്റീഫൻ, ഷിബു അലക്സ്, വിനോദ് കണ്ണോളി, സനൽ NN തുടങ്ങിയവർ ആശംസിച്ചു. ഇവർക്കൊപ്പം പുതിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ചടങ്ങിൽ വെച്ച് ഔദ്യോഗികമായി ചാർജ് എടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണാധികാരിയുടെ ജീവിതശൈലിയും പ്രവൃത്തിയും ഏതുവിധമായിരിക്കണമെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയ വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയെന്ന് തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിബിലി സാഹിബ്. തൊടുപുഴ മുനിസിപ്പൽ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച 3ാമത് ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MH സജീവ് അധ്യക്ഷത വഹിച്ചു. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണാധികാരിയുടെ ജീവിതശൈലിയും പ്രവൃത്തിയും ഏതുവിധമായിരിക്കണമെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയ വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയെന്ന് തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിബിലി സാഹിബ് പറഞ്ഞു. ജനങ്ങളുടെ വികാര വിചാരങ്ങൾക്കനുസരിച്ച് ഭാവി തലമുറയ്ക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പദ്ധതികളും സാമൂഹ്യ പ്രവർത്തനങ്ങളും നടത്തിയ ഉമ്മൻചാണ്ടിയെ ഇന്നും ജനങ്ങൾ സ്മരിക്കുന്നത് അദ്ദേഹം ദീർഘവീക്ഷണത്തോടുകൂടി നടപ്പിലാക്കിയ പ്രവൃത്തികളായിരുന്നു. തൊടുപുഴ മുനിസിപ്പൽ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച 3ാമത് ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളിലെ അത്താണിയായിട്ട് മാത്രം അദ്ദേഹത്തിന് ഒട്ടേറെ നാൾ കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയും. അശരണരുടെ, അഗതികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അവിടെ ഓടിയെത്തി അവരുടെ പ്രശ്ന പരിഹാരങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ അദ്ദേഹം സമയം കണ്ടെത്തി എന്നുള്ളതാണ് നമ്മൾ ഈ സമയത്ത് അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ ആദ്യം ഓർക്കേണ്ടത്. നമുക്കറിയാം, രോഗികളായിട്ടുള്ള ഒട്ടേറെ ആളുകൾ, കുട്ടികൾ, മറ്റ് ഇംപ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള കേരളത്തിൽ നടപ്പിലാക്കിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദീർഘവീക്ഷണവും ജനങ്ങളോടുള്ള, സാധാരണ പാവങ്ങളോടുള്ള, ദുഃഖിതരോടുള്ള അനുകമ്പ എത്രമാത്രമുണ്ട് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MH സജീവ് അധ്യക്ഷത വഹിച്ചു. DC ജനറൽ സെക്രട്ടറിമാരായ ജാഫർ ഖാൻ മുഹമ്മദ്, ചാർലി ആന്റണി, TJ പീറ്റർ, മുനിസിപ്പൽ വൈസ് ചെയർമാൻ K ദീപക്, MK ഷാഹുൽ ഹമീദ്, KM ഷാജഹാൻ, ബിലാൽ സമദ്, OK അഷ്റഫ്, റഷീദ് കാപ്രാട്ടിൽ, ജോർജ് ജോൺ, KH നൌഷാദ്, സിനാജ് ജബ്ബാർ, ഷുക്കൂർ ഇസ്മയിൽ, സുലൈമാൻ ഒറ്റത്തോട്ടത്തിൽ, ശശി ഈന്തുങ്കൽ, D രാധാകൃഷ്ണൻ, PA ഷാഹുൽ ഹമീദ്, MA നജീബ്, പ്രദീപ് കുമാർ, അഭിലാഷ് കാഞ്ഞിരമറ്റം, മാത്യു താന്നിക്കൽ, നസീർ, കുഞ്ഞുതമ്പി, സലീം, ജാഫർ ഖാൻ തുടങ്ങിയവർ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലയൺസ് ക്ലബ്ബ് ഓഫ് വണ്ണപ്പുറം ഡയമണ്ട് 2026-2027 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തി. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA സേവന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബിനോയ് മത്തായി പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണം നിർവഹിച്ചു.
ലയൺസ് ക്ലബ്ബ് ഓഫ് വണ്ണപ്പുറം ഡയമണ്ട് 2026-2027 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തി. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബിനോയ് മത്തായി പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണവും നിർവഹിച്ചു. 30 അംഗങ്ങളുമായി വണ്ണപ്പുറത്ത് സാമൂഹ്യ മേഖലകളിലും പൊതുമേഖലകളിലുമൊക്കെ സ്തുത്യർഹമായ സേവനങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ ലയൺസ് ക്ലബിലെ അംഗങ്ങളുടെ സൗഹൃദവും സഹോദരത്വവും ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി ഫാമിലി മീറ്റിങ്ങുകളും ഒക്കെ സംഘടിപ്പിച്ച് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഹെൽത്തി ഒരു എൻവയോൺമെന്റ് ഇവിടെ സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്ന ലയൺസ് ക്ലബ് വണ്ണപ്പുറം ഡയമണ്ട്സിന്റെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ ആദ്യമായി അഭിവാദ്യങ്ങൾ നൽകുന്നു. 2026-2027 വർഷത്തെ പ്രസിഡന്റായി ജോർജ് അഗസ്റ്റിൻ ചുമതലയേറ്റു. അദ്ദേഹത്തെ നമ്മുടെ ക്ലബിന്റെ അടുത്ത വർഷത്തെ നേതൃത്വത്തിലേക്ക് അദ്ദേഹം ചുവടുവെക്കുകയാണ്. ഗവൺമെന്റിന് പ്രാപ്യമല്ലാത്ത, ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ വരാത്ത, എന്നാൽ പൊതുസമൂഹത്തിലും നാട്ടുമ്പുറങ്ങളിലും ഉറങ്ങിക്കിടക്കുന്ന സനാതന ധർമ്മങ്ങളെയും വെല്ലുവിളികളെയും ചേർത്ത് പിടിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഹൃദയപക്ഷത്താവുക എന്നതാണ് ലയൺസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലബ്ബ് വനിതാ ഫോറത്തിന്റെ ഉദ്ഘാടനം സിജി ജസാൻഡോ നിർവഹിച്ചു. പാസ്റ്റ് പ്രസിഡന്റ് സാം ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രോജക്ട് കോർഡിനേറ്റർ ഷിൻ സെബാസ്റ്റ്യൻ, റീജിയണൽ ചെയർമാൻ അബു എബ്രഹാം, സോണൽ ചെയർമാൻ എൽദോ സി ഐപ്പ്, അബി മുണ്ടയ്ക്കൽ, വിൻസെന്റ് മാത്യു, ബേസിൽ മാത്യു, അമ്പിളി രവികല, ജോസ് എബ്രഹാം എന്നിവർ സംസാരിച്ചു. SLC+2 പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ഇടവട്ടി കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വനിതാ വികസന കോർപ്പറേഷനിൽ നിന്നും 53 അയൽക്കൂട്ടങ്ങൾക്കായി അനുവദിച്ച 4 കോടി രൂപയുടെ വായ്പാ വിതരണ ഉദ്ഘാടനം തെക്കുംഭാഗം കല്ലാനിക്കൽ പാരിഷ് ഹാളിൽ നടന്നു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമീർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഇടവെട്ടി കുടുംബശ്രീ CDS നേതൃത്വത്തിൽ വനിതാ വികസന കോർപ്പറേഷനിൽ നിന്നും 53 അയൽക്കൂട്ടങ്ങൾക്കായി അനുവദിച്ച 4 കോടി രൂപയുടെ വായ്പാ വിതരണ ഉദ്ഘാടനം തെക്കുംഭാഗം കല്ലാനിക്കൽ പാരിഷ് ഹാളിൽ നടന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാരിന് ഉത്തരവാദിത്തം ഏൽപ്പിച്ച് ഒരു ജോലി ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തികൾ അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന, അത് ഒരു പ്യൂൺ തൊട്ട് ക്ലർക്ക് തൊട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ വരെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നമ്മുടെ നാട്ടിലെ ഈ വിവരാവകാശത്തിന്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. ആ സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്ന പദ്ധതി, അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ CDS എന്ന പദ്ധതിക്ക് ഈ ഇടവട്ടി ഗ്രാമപഞ്ചായത്തിലേക്ക് ഇത്രയധികം തുക കടന്നു വരാൻ കാരണം ആ മേഖല കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ആത്മാർത്ഥമായി ജോലി ചെയ്യുകയും അതുപോലെ തന്നെ ഇവിടെയുള്ള അയൽക്കൂട്ടങ്ങൾ ഈ പറയുന്ന ഇത്രയും ജനനിബിഡമായി ഇത്രയധികം വനിതകൾ വന്നിരിക്കുന്ന നമുക്കറിയാം ഇത് എന്ത് തീവ്രതയോടെയാണ്, ഇത്രയും ആത്മാർത്ഥതയോടെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു തെളിവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പഞ്ചായത്തിന്റെ മുന്നോട്ടുള്ള ഇവിടെയുള്ള അയൽക്കൂട്ടങ്ങളുടെയും കുടുംബശ്രീയുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ വിജയകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമീർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. വിവിധ തലങ്ങളിൽ വിജയം കൈവരിച്ചവരെ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ വികസന കോർപ്പറേഷൻ എറണാകുളം റീജിയണൽ പ്രോജക്ട് ഓഫീസർ ഹരികൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. CDS ചെയർപേഴ്സൺ ബീന വിനോദ്, മെമ്പർ സെക്രട്ടറി അനന്തകൃഷ്ണൻ PT, CDS വൈസ് ചെയർപേഴ്സൺ സരോജിനി CB എന്നിവർ പ്രസംഗിച്ചു. ത്രിതല പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും CDS ഭരണസമിതിയും കുടുംബശ്രീ പ്രവർത്തകരും അടങ്ങുന്ന നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വണ്ണപ്പുറം പഞ്ചായത്ത് കൃഷിഭവന്റെയും അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കിസാൻ ഗോഷ്ഠി കാർഷിക മേളയും കർഷക വിജ്ഞാന വ്യാപന സംഗമവും സംഘടിപ്പിച്ചു.
നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കർ അധ്യക്ഷത വഹിച്ചു. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വണ്ണപ്പുറം പഞ്ചായത്ത് കൃഷിഭവന്റെയും അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കിസാൻ ഗോഷ്ഠി കാർഷിക മേളയും കർഷക വിജ്ഞാന വ്യാപന സംഗമവും വണ്ണപ്പുറത്ത് സംഘടിപ്പിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ ഇന്നും ഏതാണ്ട് 65 തുടങ്ങി 70% വരെ നമ്മുടെ സംസ്ഥാനത്ത് വസിക്കുന്ന ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ കാർഷിക മേഖല, അതിൽ കൃഷിക്കാരുണ്ട്, ചെറുകിട കൃഷിക്കാരുണ്ട്, വൻകിട കൃഷിക്കാരുണ്ട്, ഇടത്തരം കൃഷിക്കാരുണ്ട്, അതുപോലെ തന്നെ കർഷക തൊഴിലാളികളുണ്ട്. ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാരും അർദ്ധ സർക്കാരും മറ്റ് ഇതര ഉദ്യോഗസ്ഥരുണ്ട്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവരും, മേഖലയുമായി ബന്ധപ്പെട്ട് ഈ മേഖലയ്ക്ക് ഉതകുന്ന മെഷീനറി ഉൾപ്പെടെ, വളങ്ങൾ ഉൾപ്പെടെ, കീടനാശിനി ഉൾപ്പെടെയുള്ള ഉൽപ്പാദനങ്ങൾ നടത്തുന്നതുമൊക്കെയായിട്ട് ഏതാണ്ട് ഒരു 65 തൊട്ട് 70% വരെ ആളുകൾ ഇന്നും ആശ്രയിക്കുന്ന നമ്മുടെ കാർഷിക മേഖലയിൽ ആ ബന്ധപ്പെട്ട വകുപ്പായ കൃഷി വകുപ്പാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഉള്ള ഒരു സാധ്യതയുള്ള ഒരു വകുപ്പ്. നിരവധി വെല്ലുവിളികൾ നേരിടുന്ന കാർഷിക മേഖലയിൽ നൂതന AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള യന്ത്രവൽകൃത കൃഷിരീതി, പുത്തൻ കാർഷിക രീതികൾ പഠിക്കുന്നതിനും പ്രാവർത്തികമാക്കുന്നതിനും വേണ്ട പരിശീലനം എന്നിവയാണ് മേളയുടെ ലക്ഷ്യം. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം മുഖ്യപ്രഭാഷണവും ആത്മ പ്രോജക്ട് ഡയറക്ടർ ഡീന എബ്രഹാം പദ്ധതി വിശദീകരണവും നടത്തി. ഇളംദേശം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആഷ്ലി മറിയാമ്മ ജോർജ്, കൃഷി ഓഫീസർ അഭിജിത്ത് PH, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ് ജീവനക്കാർ, കർഷകർ, പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് സ്പൈസസ് ബോർഡിന്റെ വിവിധ ക്ലാസുകളും സെമിനാറും നടന്നു. നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാമത് ഓർമ്മ കോൺഗ്രസ് കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പാവങ്ങളോട് അനുകമ്പയും ഭരണത്തിൽ മികച്ച ഭരണകർത്താവും ദീർഘവീക്ഷണവുമുള്ള ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി പറഞ്ഞു. പ്രവർത്തകർ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമൂട്ടിൽ യോഗത്തിൽ അധ്യക്ഷനായി. KPCC സെക്രട്ടറി തോമസ് രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് KJ ബെന്നി, മനോജ് മുരളി, ജോസ് മുത്തനാട്ടിൽ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലീലാമ്മ ബേബി, ജോസ് ആനക്കല്ലിൽ, മനോജ് അഗസ്റ്റിൻ, രത്നമ്മ സുരേന്ദ്രൻ, പൊന്നപ്പൻ അഞ്ചപ്ര, CM തങ്കച്ചൻ, രാധാകൃഷ്ണൻ നായർ, സണ്ണി കോലത്ത്, ഷമേജ് K ജോർജ്, ഷാജൻ എബ്രഹാം, രാജു വെട്ടിക്കൽ, മുനിസിപ്പൽ കൗൺസിലർമാർ തുടങ്ങിയവർ അനുസ്മരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഉടുമ്പൻചോല MLA സേനാപതി വേണു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
പൊതുജീവിതത്തിൽ സത്യസന്ധതയും ജനസേവനവും മുഖമുദ്രയാക്കിയതാണ് ഉമ്മൻചാണ്ടിയുടെ ജീവിതവും പ്രവർത്തനങ്ങളുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ അനുസ്മരിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ചടങ്ങുകൾക്ക് തുടക്കമായി. അനുസ്മരണ സമ്മേളനം സേനാപതി വേണു MLA ഉദ്ഘാടനം ചെയ്തു. ജനകീയനായ നേതാവെന്ന നിലയിൽ അദ്ദേഹം എന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുമെന്ന് MLA പറഞ്ഞു. ഉമ്മൻചാണ്ടി സാറിനെ കാരണം സുരേഷ് കുറുപ്പൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഉമ്മൻചാണ്ടി ഒരു വിരുദ്ധ ചേരിയിൽ പക്ഷത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഉമ്മൻചാണ്ടി ഒരു രാഷ്ട്രീയ പാഠപുസ്തകവും അത് കേരളത്തിലെ മുഴുവൻ ആളുകളും പഠിക്കേണ്ട ഒന്നുമാണ് എന്നുള്ളത്. ഇവിടെ പരിശോധന പറഞ്ഞത് ഇന്ന് കേരളത്തിൽ നിയമസഭയിലെത്തി പല മന്ത്രിമാരെയും കാണാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ മന്ത്രിമാർക്ക് നമ്മളെ കാണുമ്പോൾ മിണ്ടണോ എന്നുള്ളൊരു സംശയവും അവർ വഴിമാറി പോകുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നമ്മളെ എപ്പോൾ വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇടോ എന്നൊരു വിളിയുണ്ട്. ആ ഒരു വിളിയിൽ നമ്മുടെ എല്ലാ പ്രതിഷേധങ്ങളും തോൾ തട്ടിയിട്ട് ഇടോ എന്തുകൊണ്ട് വിശേഷം എന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറുമായിട്ടുള്ള എൻ്റെ ഒരു വ്യക്തിപരമായ ബന്ധം എന്ന് പറഞ്ഞാൽ, സാറ് ഇടുക്കി ജില്ലയിൽ എവിടെ പ്രസംഗിക്കാൻ വന്നാൽ മീറ്റിങ്ങിന് വന്നാലും 2 മണിക്കൂർ 3 മണിക്കൂർ വൈകി അദ്ദേഹം വരികയുള്ളൂ. അപ്പം ആമുഖ പ്രസംഗത്തിനായിട്ട് എവിടെയാണെങ്കിലും എന്നെ വിളിക്കും. അപ്പം മീറ്റിങ്ങിൽ വന്ന് കയറി കഴിയുമ്പോൾ ചോദിക്കും, താൻ എത്ര മണിക്കൂർ പ്രസംഗിച്ചു? അപ്പം ഞാൻ പറഞ്ഞാൽ 2-2.5 മണിക്കൂർ. താൻ ഇവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇച്ചിരി വൈകിയതെന്ന് പറഞ്ഞു. ഒരു ചിരിയും തോളിൽ തട്ടിയിട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞത് എത്രയും ദീപ്തമായ ഓർമ്മകളാണ് അദ്ദേഹവുമായിട്ടുള്ളത്. ഞാൻ ദീർഘമായിട്ടൊന്നും കിടക്കുന്നില്ല, എല്ലാവർക്കും അനുഭവങ്ങൾ പറയേണ്ട ആളുകളാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CS യശോധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി കല്ലാർ അനുസ്മരണ സന്ദേശം നൽകി സംസാരിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് MN ഗോപി, നേതാക്കളായ രാജു എടത്വ, YC സ്റ്റീഫൻ, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാലാസിംഗ്, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി, ബെന്നി തുണ്ടത്തിൽ, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഈട്ടിക്കൽ, പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ്, നേതാക്കളായ ശ്യാമള വിശ്വനാഥൻ, MS മഹേശ്വരൻ, ടോമി ജോസഫ്, KK കുഞ്ഞുമോൻ, ഷാജി മടത്തിൻമുറി, രാജേഷ് ജോസഫ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ദീർഘകാലം CPM-ൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മാർട്ടിൻ കോൺഗ്രസിൽ ചേർന്നിരുന്നു. ഇന്നേ ദിവസം KPCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി കല്ലാറിൽ നിന്നും മാർട്ടിൻ മെമ്പർഷിപ്പ് കൈപ്പറ്റി. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. KN സോമശേഖരൻ രചിച്ച 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. തൊടുപുഴ PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ചാണ് പുസ്തക പ്രകാശനം നടത്തിയത്. മദ്യപാനികൾ നീണാൾ വാഴട്ടെ, ബന്ധനത്തിലായ അനിരുദ്ധൻ തുടങ്ങിയ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. KN സോമശേഖരൻ രചിച്ച മദ്യപാനികൾ നീണാൾ വാഴട്ടെ, ബന്ധനത്തിലായ അനിരുദ്ധൻ എന്നീ 2 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടത്തിയത്. ഇമ പബ്ലിക്കേഷൻസ് ആണ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തൊടുപുഴ PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ വെച്ച് എഴുത്തുകാരനും പോലീസ് അക്ഷരദീപം ചീഫ് അഡ്മിനിസ്ട്രേറ്ററുമായ ജോസഫ് സാർത്തോ പുസ്തക പ്രകാശനം നിർവഹിച്ചു. മദ്യപാനം നിർത്താനുള്ള ശ്രമങ്ങൾ, റോഡില്ലാത്ത സ്ഥലങ്ങളിൽ റോഡ് കിട്ടാനുള്ള ശ്രമങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങളും ചെയ്ത് ഞെട്ടിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം കിട്ടിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇവരെയൊക്കെ നമ്മൾ മീഡിയസിന് മുമ്പിൽ കൊണ്ടുവരണ്ടേ? ഇങ്ങനെ പോലീസുകാരുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ കൊണ്ടുവന്ന ഈ ഗ്രൂപ്പ് ഇന്ന് ഒരു 333 പേരുള്ള ഒരു വലിയ ഒരു കൂട്ടായ്മയാണ്. അതിനകത്ത് നമ്മുടെ ഷാഹി കബീറുണ്ട്, നമ്മുടെ CB തോമസ് ഉണ്ട്, അബു സലീം ഉണ്ട്, നമ്മുടെ ഭീമൻ രഘു ഉണ്ട്, നമ്മുടെ DGP-മാരായ, അതായത് ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത ഇന്ത്യയിൽ അങ്ങനെ ഒരു ഗ്രൂപ്പില്ല. അതായത് PC മുതൽ DGP വരെയുള്ള സർവീസിലുള്ളതും റിട്ടയർ ചെയ്തതുമായ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയാണ്. റിട്ടയർ ചെയ്തവരുടെ അല്ലെങ്കിൽ സർവീസുള്ളവരുടെ മാത്രം കൂട്ടായ്മയല്ല. അപ്പൊ എന്റെ ശ്രമം ഒരു പരിധി വരെ വിജയിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ. പോലീസിനകത്ത് ഇപ്പൊ എന്റെ കയ്യിൽ 333 പേരുണ്ടെങ്കിൽ 3000 പേര് പുറത്തുണ്ട്. ആ 3000 പേര് ഒന്ന് സംഘടിപ്പിച്ച് ഞങ്ങളിൽ ഇത്രയും ആൾക്കാരുണ്ട്, ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള, നിങ്ങളൊക്കെ അന്തം വിട്ടു പോകുന്ന പ്രൊഫൈലുള്ള പോലീസുകാര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയാൻ ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വരണമെന്നാണ് ഞാൻ പറയാം. കഥാകൃത്തും കാർട്ടൂണിസ്റ്റും ഇമ പബ്ലിക്കേഷൻസിന്റെ ചീഫ് എഡിറ്ററുമായ രേഖ വെള്ളത്തൂവൽ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് SP രതീഷ് കൃഷ്ണൻ IPS ആദ്യ കോപ്പി സ്വീകരിച്ചു. എത്രയോ വർഷം വിജിലൻസിലെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് സോമൻ ചേട്ടൻ. കുറച്ചു കാലം ഞാനും വിജിലൻസിലുണ്ടായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തു. അപ്പോൾ വിജിലൻസിലെ ആ ബുദ്ധിമുട്ടും ഒരു ട്രാപ്പ് ചെയ്യുമ്പോഴുള്ള മാനസിക പ്രയാസവും ഒക്കെ എനിക്ക് നല്ലോണം അറിയാം. സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതിൻ്റെ ബുദ്ധിമുട്ട്. പല വെരിഫിക്കേഷനും കഴിഞ്ഞ് രഹസ്യമായിട്ട് പല വെരിഫിക്കേഷനും കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കുന്നത് തന്നെ. ഇങ്ങനെ ട്രാപ്പ് ചെയ്താൽ പിന്നെ ശിക്ഷയല്ലാതെ ഒന്നുമില്ല, അത് അവസാനിക്കുന്ന ശിക്ഷയിലായിരിക്കും.
ട്രാപ്പ് ചെയ്ത കേസുകളെല്ലാം, മറ്റു കേസുകളൊക്കെ അങ്ങനെയല്ല, ട്രാപ്പ് ചെയ്ത കേസെല്ലാം ചിറ്റിക്കുന്നത് അങ്ങനെയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടത് പിന്നിൽ നമ്മുടെ കൂടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന നല്ല ഉദ്യോഗസ്ഥരെയാണ്. അതിലൊരാളാണ് സോമൻ ചേട്ടൻ. കഥാകൃത്തും വാഗ്മിയുമായ സുരേഷ് തെക്കീട്ടിൽ പുസ്തക പരിചയം നടത്തി. എഴുതുക എന്നതിൻ്റെ ഏറ്റവും ലളിതമായ ലക്ഷ്യം, ഏറ്റവും പ്രധാനമായ ലക്ഷ്യം, ഏറ്റവും മുഖ്യമായ ലക്ഷ്യം വായിക്കാൻ പ്രേരിപ്പിക്കുക എന്നതല്ലേ. എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത്. ഇത് വായിക്കാൻ ഒരാൾക്ക് തോന്നണ്ടേ? ഇപ്പൊ വാസനാ വികൃതി എന്ന് പറയുന്ന കഥയാണ് മലയാളത്തിലെ ആദ്യത്തെ കഥ 1897 പ്രസിദ്ധീകരിച്ചത്. ഇന്നും വായിക്കാം. ഇന്ന് വായിച്ചാലും നമുക്ക് മനസ്സിലാവും. അതിനുശേഷം വന്ന മലയാളത്തിലെ എത്രയോ കഥകൾ നമ്മൾ ഇപ്പോഴും വായിക്കുന്നു, മനസ്സിലാകുന്നു. ഇളന്തേശം ബ്ലോക്ക് KSSPU പ്രസിഡന്റ് KV ദേവസ്യ, ഇടുക്കി KSP PWA പ്രസിഡന്റ് R വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് AM ജോൺസൺ, കരിമണ്ണൂർ ഈസ്റ്റ് KSSPU സെക്രട്ടറി PK ശ്രീകുമാർ എന്നിവർ ആശംസകൾ നേർന്നു. സ്മിത നല്ലിടം സ്വാഗതവും സതീഷ് സോമൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. KN സോമശേഖരൻ മറുപടി പ്രസംഗവും നടത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അപകട ഭീഷണി ഉയർത്തി കലയന്താനിയിൽ നിന്നിരുന്ന പയ്യാനി മരം പൊതുമരാമത്ത് വകുപ്പ് വെട്ടിനീക്കി. BBC ന്യൂസ് വാർത്തയെ തുടർന്നാണ് അധികൃതർ മരം വെട്ടിനീക്കുവാൻ തയ്യാറായത്. 35 വർഷത്തിലധികം പഴക്കമുള്ള മരമാണ് വെട്ടിനീക്കിയത്. ഇതോടെ അപകടം ഒഴിഞ്ഞുപോയതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ. തൊടുപുഴ പൂമാല റൂട്ടിൽ കലയന്താനിയിലെ പ്രധാന ബസ് സ്റ്റോപ്പിന് സമീപം നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും ബസ് കാത്തുനിൽക്കുന്ന യാത്രക്കാർക്കും അപകട ഭീഷണിയായി നിന്നിരുന്ന പയ്യാനി മരം വെട്ടിമാറ്റി. BBC ന്യൂസ് വാർത്തയെ തുടർന്നാണ് അധികൃതർ മരം വെട്ടിനീക്കുവാൻ തയ്യാറായത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് മേരീസ് ദേവാലയം, നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജംഗ്ഷനാണിത്. 35 വർഷത്തിലധികം പഴക്കമുള്ള ഈ മരത്തിന്റെ വേരുകൾ പൊങ്ങിയിട്ട് ഓടിയിൽ സ്ഥാപിച്ചിരുന്ന സ്ലാബുകളും ഇളകിയ നിലയിലായിരുന്നു. മഴക്കാലമായതോടെ റോഡിലേക്ക് വളരെയധികം ചാഞ്ഞു നിൽക്കുന്ന മരം കാറ്റുണ്ടാവുമ്പോൾ ഏതു സമയവും മറിഞ്ഞു വീഴാവുന്ന നിലയിലായിരുന്നു. ഈ മരം വെട്ടിമാറ്റിയതോടെ വൻ ദുരന്തമാണ് ഒഴിവായത്. ന്യൂസ് ബ്യൂറോ, കലയന്താനി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാമത് അനുസ്മരണ ദിനാചരണം മുരിക്കാശ്ശേരി സ്നേഹാഭവനിൽ സംഘടിപ്പിച്ചു. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ ദിനാചരണ പരിപാടികൾ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ആരംഭിച്ചു. ഇടുക്കി MLA റോയ് കെ പോലീസ് ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാമത് അനുസ്മരണ ദിനാചരണം മുരിക്കാശ്ശേരി സ്നേഹാഭവനിൽ നടന്നു. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ ദിനാചരണ ചടങ്ങുകൾക്ക് ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഇടുക്കി MLA റോയ് കെ പോലീസ് ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളാണ് നമുക്കറിയാതെ, പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകളോട്. അപ്പോൾ 100 പേര് അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്നാലും അതിൻ്റെ അകത്ത് പലതരത്തിൽപ്പെട്ട ആളുകളുണ്ടാവും. വലിയ വലിയ ഉദ്യോഗസ്ഥരുണ്ടാവും, സാമ്പത്തിക ശേഷിയുള്ളവരുണ്ടാവും. ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിലും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കണ്ണ് ചെല്ലുന്നത് അതിലൊരു പക്ഷേ ആരുടെയും ശുപാർശയില്ലാതെ ഒറ്റയ്ക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ കടന്നു വന്നിട്ടുള്ള ചില സഹോദരിമാർ, ചില പ്രായമായ ആളുകൾ. അത് അദ്ദേഹത്തിന് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം അതിലാരെയാണ് പരിഗണിക്കേണ്ടത്, ആർക്കാണ് ഒരു പ്രത്യേക പരിഗണന അവിടെ കൊടുക്കേണ്ടത്. ഒരാളുടെയും ശുപാർശയും കാണത്തില്ല, ഒരു നേതാവിൻ്റെയും സഹായം ഇല്ലാണ്ട് എവിടെന്നെങ്കിലുമൊക്കെ വന്നതായിരിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് അദ്ദേഹം ആദ്യം പരിഗണിച്ചിരുന്നതായിട്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരോട് കാണിക്കുന്ന പ്രത്യേക താല്പര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് കാലത്ത് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം ഇടുക്കിക്കൊക്കെ വരുമ്പോൾ ഒരു 3 ഇഞ്ച് നീളത്തിൽ എഴുതിയിട്ടുള്ളൊരു പേപ്പർ പോലും ചിലപ്പോൾ അദ്ദേഹം അവിടുന്ന് കൊണ്ടുവന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏതാ വലിയൊരു ഷീറ്റ് പോലും അല്ല, വളരെ ഒരു തുണ്ട് കടലാസയിൽ എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിന് കുറിച്ചു കൊടുത്തിരിക്കുന്നത് പോലും
ഈ ജില്ലയുമായി ബന്ധപ്പെട്ട പേപ്പറാണെങ്കിൽ അദ്ദേഹം ഇവിടേക്ക് വരുമ്പോൾ ആ തുണ്ട് കടലാസും അദ്ദേഹത്തിൻ്റെ കൈ കാണും. ഇതെന്താണെന്നുള്ളത് നോക്കണം എന്ന് പറയും. അങ്ങനെ അത്രമാത്രം കിട്ടുന്ന എത്രയോ ആയിരക്കണക്കിന് കടലാസുകളാണ് അദ്ദേഹത്തിൻ്റെ കൈ കിട്ടുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KV സെൽവം, ജെയ്സൺ K ആന്റണി, പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ്, വൈസ് പ്രസിഡന്റ് മിലാനി സാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി സജി, മിനി സാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VA ഉലഹന്നാൻ, മറ്റ് ജനപ്രതിനിധികൾ, UDF നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനത്തേക്ക് ജിയോണ ജെയിംസിനെ ശുപാർശ ചെയ്തത് പൂർണ്ണ ബോധ്യത്തിന്റെയും യോഗ്യതയുടെയും അടിസ്ഥാനത്തിലാണെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. അത്യാഹിത ചികിത്സ അതിവേഗം നൽകാൻ മികച്ച സൗകര്യങ്ങളുമായി അല്ലസർ. 4 അത്യാധുനിക വിഭാഗങ്ങളുടെ ഉദ്ഘാടനം ജൂലൈ 20 നടക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡന്റെ 2026-2027 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിപുലമായ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 3ാമത് ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിബിലി സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവെട്ടി കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വനിതാ വികസന കോർപ്പറേഷനിൽ നിന്നും 53 അയൽക്കൂട്ടങ്ങൾക്കായി അനുവദിച്ച 4 കോടി രൂപയുടെ വായ്പാ വിതരണ ഉദ്ഘാടനം തെക്കുംഭാഗം കല്ലാനിക്കൽ പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.